ദൈവനാമത്തിന് മഹത്വം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാത്താൻ നമ്മെ സ്വയം ഇല്ലാതാക്കാനായി ശ്രമിക്കുന്ന വിവിധ മാധ്യമങ്ങളാണ് വൈരാഗ്യ ചിന്തകൾ, നിരാശ, കോപം, അലസത മുതലായവ. നമ്മുടെ ഉള്ളിൽ തെറ്റായ ചിന്തകളെ വിതച്ചിട്ട് വർഷങ്ങളോളം സാത്താൻ കാത്തിരിക്കും. പാപത്തെ പ്രസവിച്ചു കാണാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ചിന്തകൾ സാധാരണമെങ്കിലും പാപത്തിലേക്ക് നയിക്കുന്നവയെ നാം തുടക്കത്തിൽ തന്നെ ഒഴിവാക്കണം. പൗലോസ് പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത് എന്നത്രേ. ഇടം കൊടുത്താൽ അറബി അനുകമ്പ തോന്നി ഒട്ടകത്തിന് തന്റെ കൂടാരത്തിൽ തലവെക്കുവാൻ സ്ഥലം കൊടുത്തതുപോലെയാകും. പിന്നെ ദൈവാത്മാവ് പുറത്തും സാത്താൻ അകത്തുമാകും. കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത് എന്ന പോലെ പിശാചിന്റെ നാമവും വൃഥാ എടുക്കരുത്. നാം ഭയപ്പെടേണ്ടതും ആരാധിക്കേണ്ടതും ദൈവത്തെയാണ്, പിശാചിനെയല്ല. ഒരു ദൈവഭക്തന് പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം പിശാചിന്റെ തലയെ കർത്താവായ യേശു കാൽവറിയിൽ തകർത്തിരിക്കുന്നു. ദൈവത്തോട് അടുത്തു വസിക്കുന്നവനെ പിശാചിന് ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം യേശുവാണ് അവനെ സംരക്ഷിക്കുന്നത്. യേശുവിലുള്ള വിശ്വാസക്കുറവാണ് ഭയത്തിനും ആശങ്കയ്ക്കും കാരണം. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നത് വെറും വാക്കിലാകരുത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആശ്രയം വെളിവായി കാണണം. ചിലർ വാക്കാൽ മാത്രം വിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണ്. ഇത്തരക്കാർ ചെറിയ പ്രശ്നങ്ങളിൽ ക്ഷീണിതരായി പോകും. ദൈവത്തിലുള്ള വിശ്വാസം അളക്കുന്നത് നാം നേരിടുന്ന പ്രതിസന്ധികളെ എപ്രകാരം നേരിടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചിലർ പ്രശ്നങ്ങളെ വിധിയായി കാണും, എന്നാൽ മറ്റു ചിലർ പോരാട്ടമായി ചിത്രീകരിക്കും. എന്നാൽ ദൈവാശ്രയമുള്ളവരാകട്ടെ നന്മയ്ക്കായി ദൈവം അനുവദിച്ചതാണെന്ന് പറയും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ പോരാട്ടമായി കണ്ടുപോകാതെ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ പഴിചാരി ക്ഷീണിച്ചു പോകരുത്. പിശാചിനേക്കാൾ ശക്തനും ബലവാനുമായ യേശു നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യം പ്രാപിക്കുവാൻ ശ്രമിക്കാം. ഭീതിയും ആകുലതയും നമുക്ക് വെടിയാം. പിശാചിനെയല്ല, ദൈവത്തെ ഭയപ്പെടാം. ഭയം ഇന്നൊരു വ്യാധി പോലെ മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നു. എന്തിനേയും ഏതിനേയും മനുഷ്യൻ ഭയക്കുന്നു. നടക്കാൻ സാധ്യതയുള്ളതോ ഇല്ലാത്തതോ ആയവയെപ്പറ്റി സ്വന്തം മനസ്സിൽ ഉണ്ടാകുന്ന ഒരുതരം അങ്കലാപ്പാണ് ഭയം. ആകയാൽ ഏതു ഭയത്തെയും നമ്മിൽ നിന്നും പൂർണ്ണമായി അകറ്റുവാൻ ശക്തനായ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ സകല പ്രശ്നങ്ങളെയും ഭരമേൽപ്പിക്കാം. പ്രിയരെ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന ദൈവവചനം നമുക്ക് അനുസ്മരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.